നമസ്കാരം, വെൽക്കം ടു മൂവി ട്രീ. അപ്പോൾ വിശ്വനാഥ് ആൻഡ് സൺസ്, സൂര്യ ദ വൺ, സൂര്യ നായകനായിട്ടുള്ള പുതിയ സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഡയറക്റ്റഡ് ബൈ വെങ്കി അറ്റ്ലൂരി. അതായത് നമ്മുടെ ലക്കി ഭാസ്കറിന്റെ ഒക്കെ ഡയറക്ടറാണ് മൂപ്പർ. പിന്നെ നമ്മുടെ എന്താ പറയാ, സൂര്യനെ കൂടാതെ മമിത ബൈജു, പിന്നെ രാധിക ശരത് കുമാർ, പ്രവീണ ടണ്ടൻ, സുനിൽ റെഡ്ഡി, അങ്ങനെ അത്യാവശ്യം വലിയ കാസ്റ്റ് അല്ല, നല്ലൊരു ആവറേജ് കാസ്റ്റ്. അങ്ങനെയാണ് പടം. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു ഹൈ ബഡ്ജറ്റ് സീരിയൽ, അങ്ങനെ പറയാം വേണമെങ്കിൽ ഒരു ഹൈ ബഡ്ജറ്റ് പൂക്കി വൈബ് സീരിയൽ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ലെവലിലാണ് സിനിമ പോകുന്നത്. മെയിനായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. മെയിനായിട്ട് ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സൂര്യയുടെ മറ്റേ പുള്ളിനെ ദ വൺ ആക്കിയല്ലോ എല്ലാവരും കൂടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൺ എന്നുള്ള ടൈറ്റിൽ കാർഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് അവർ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റൈലും നൈസായിരുന്നു. പിന്നെ മ്യൂസിക് വലിയ സെറ്റപ്പ് ഉണ്ടായില്ല, പക്ഷെ എന്നാൽ പോലും ആ ടൈറ്റിൽ കാർഡ് ചെയ്തേക്കുന്നത് നല്ല വൃത്തിയായി. അത് ആ കറുപ്പിന് ശേഷമാണ് ദ വൺ എന്നുള്ള ആ സംഭവം കൊണ്ടുവന്നത്. ആർ ജെ ബാലാജിയാണ് തോന്നുന്നു. കറുപ്പിലായിരുന്നു ഞാൻ അത്ര ഗംഭീര ടൈറ്റിൽ കാർഡ് കണ്ടതും. എന്താ പറയാ, വിജയ്ക്ക് ശേഷം സൂര്യ വരുന്നു, ദ വൺ മൂപ്പരേ ഉള്ളൂ ഇനി, ആ ഒരു സെറ്റപ്പ്. പക്ഷെ ഇതിനകത്ത് ടൈറ്റിൽ കാർഡ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പോകുന്നത് എന്താ പറയാ, ഡയറക്റ്റ് പോകുന്നത് പുള്ളിയുടെ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ മറ്റേ ആ ഷൂട്ടിംഗ് ഉണ്ടല്ലോ, മറ്റേ ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ മറ്റേ ഷൂട്ടിങ്ങില് സഞ്ജയ് വിശ്വനാഥ് മെഡൽ കൊണ്ടുവരുന്നു, അങ്ങനെ ഒരു സംഭവമൊക്കെയാണ്. പിന്നെ പിന്നീട് എന്താ പറയാ ഒരു ടോട്ടലി പറയുകയാണെങ്കിൽ സൂര്യ ഭയങ്കര ഒരു ബിസിനസ് ടൈക്കോണാണ്. പുള്ളിക്കാരൻ അച്ഛൻ മരിച്ചു, പുള്ളിക്കാരൻ പുള്ളിയുടേതായിട്ടുള്ള അച്ചീവ്മെന്റ്സ് എല്ലാം നടത്തുന്നുണ്ട്. അതായത് ഈവൻ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഫാമിലി, അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോ. അപ്പോ കുടുംബം നന്നായിട്ട് നോക്കുന്നു. പുള്ളി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പോലെ പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഷൂട്ടിംഗ്. അപ്പോൾ അതിനകത്ത് ഗോൾഡ് മെഡൽ വാങ്ങുന്നു ഇന്ത്യക്ക് വേണ്ടി. അങ്ങനെയൊക്കെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം അത് പ്രൊഡി എന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ സാധാരണ കുടുംബത്തിൽ കാണുന്ന പോലെ പയ്യൻ കുറച്ച് ഏജ്ഡായി വരുന്നു, അമ്മയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കുള്ളൂ, അവൻ എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിക്കണം, ഒരു കുഞ്ഞുണ്ടാവണം, ഈ കുടുംബത്തിന് ഒരു എന്താ പറയാ, ഒരു വാരിസ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒരു വഴിക്ക്, മകൻ വേറൊരു വഴിക്ക്, മകൻ ജോലി, പിന്നെ മകന്റെ കാര്യങ്ങൾ അങ്ങനെ കേട്ടു, മകൻ ഒരു വഴിക്ക്. അപ്പോ ഈ അമ്മയ്ക്ക് എന്താ പറയാ, അമ്മയ്ക്ക് ഒരു പെട്ടെന്നൊരു ഓപ്പറേഷൻ ആവശ്യം വരികയാണ്. അതായത് ഹാർട്ടിൽ സ്റ്റെന്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ആവശ്യം വരുന്നു. അപ്പോ അമ്മ എന്താ പറയാ, ആളുടെ അടുത്ത് പ്രഷർ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഒരു പറയാതെ പറയുന്ന പോലെ പുള്ളിക്ക് തോന്നി. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, അബ്രോഡ് പോയിട്ട് ഒരു സർഗേറ്റ് മദറിനെ കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞായിട്ട് പുള്ളി തിരിച്ച് നാട്ടിൽ വരാണ്. ഇതൊക്കെ ട്രെയിലറിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ സസ്പെൻസോ അങ്ങനെ ഭയങ്കര വലിയതോ ഒന്നുമില്ല ഈ സിനിമയ്ക്കകത്ത്. സിനിമ ജസ്റ്റ് ഫാമിലി ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും പറയുന്ന ഒരു വിജയുടെ വാരിസ് ടൈപ്പ് സൂര്യയുടെ വിശ്വനാഥൻ സൺസ്. വിശ്വനാഥൻ സൺസ് ഇല്ല, വിശ്വനാഥൻ സൺസ്. വിശ്വനാഥ് എന്ന് പറയുന്നത് ആളുടെ അച്ഛന്റെ പേരാണ് കേട്ടോ. വിശ്വനാഥൻ സൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യ, പിന്നെ സൂര്യയുടെ സൺ, അങ്ങനെയാണ് വിശ്വനാഥൻ സൺസ് വരുന്നത്. സൂര്യയുടെ പേരിനകത്ത് സഞ്ജയ് വിശ്വനാഥൻ. അപ്പോ മൂപ്പരാള് ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നു, അമ്മ ഞെട്ടുന്നു, പക്ഷേ അമ്മയ്ക്ക് പിന്നീട് ഇഷ്ടമാവുന്നു. പക്ഷേ കുഞ്ഞിന് ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിന് ചെറിയൊരു പ്രോബ്ലം വരുന്നു, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ സറോഗേറ്റ് മദർ വെച്ചിട്ടാണ് ആക്ച്വലി ഈ കുഞ്ഞായി വരുന്നത് പുറത്തുനിന്ന്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സറോഗേറ്റ് മദറിന്റെ ബോൺ മാരോ കുട്ടിക്ക് ആപ്റ്റ് ആവുമെന്ന് അറിയാൻ സറോഗേറ്റ് മദറിനെ തേടി പോവാണ് മൂപ്പര്. സറോഗേറ്റ് മദറിനെ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് സറോഗേറ്റ് മദർ വന്നു. സറോഗേറ്റ് മദർ വന്നിട്ട് ഒബ്വിയസ്ലി മമീതയാണ് സറോഗേറ്റ് മദർ. അപ്പോ ഇവര് തമ്മിലൊരു ഭയങ്കര ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇതൊന്നും വലിയ സസ്പെൻസ് ആയിട്ട് കൂട്ടണ്ട, സസ്പെൻസ് ഒന്നും ഇല്ല ഈ സിനിമയ്ക്ക്. മെയിൻലി സറോഗേറ്റ് മദർ വന്നു, പിന്നീട് എന്തൊക്കെ നടക്കുന്നു, ആളുടെ കുടുംബത്തില് എന്തൊക്കെ നടക്കുന്നു, ഇവളുടെ എന്താ പറയാ, ഇവളുടെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു പക്ക ഒരു ഫാമിലി ഡ്രാമ സീരിയൽ. ദാറ്റ്സ് ഇറ്റ്.
മെയിനായിട്ട് എന്താ പറയാ നല്ലതെന്ന് പറയാനുള്ള ഒരു പെർഫോമൻസ് സൂര്യയുടെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസസ് ആയിരുന്നു. പിന്നെ മമിത ബൈജു. എനിക്ക് സൂര്യയുടെ മെയിനായിട്ടേ ഒരു കരയണ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് പുള്ളിയുടെ. അത് എന്ത് ഒറിജിനലാന്ന് പറയാമോ, ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മമിതയുടെയും കുറച്ച് എന്താ പറയാ ഇൻഡെപ്ത് കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, അതും നല്ല രസമായിരുന്നു പടത്തിൽ കാണാനായിട്ട്. പിന്നെ മെയിനായിട്ട് രാധിക ശരത് കുമാർ, ആളും അടിപൊളിയാക്കിയിട്ടുണ്ട് ക്യാരക്ടേഴ്സിൽ വരുമ്പോൾ. പിന്നെ വരുന്നത് രവീണ ടണ്ടൻ വരുന്നുണ്ട്, അവരും ചെറിയ റോളിൽ വരുന്നുണ്ട്. പിന്നെ സുനിൽ റെഡ്ഡി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ തന്നെ ഉള്ളത്. അപ്പോ അപ്പൊ അങ്ങനെ ഒരു എല്ലാം കൂടി കഴിഞ്ഞിട്ട് സഞ്ജയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഒരു വലിയൊരു ഭാഗം കാണിക്കുന്നതാണ് ഈ സിനിമ മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിനകത്ത് പ്രോബ്ലം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ആണ്. 2 മണിക്കൂറും 41 മിനിറ്റ് ഉണ്ട് ഈ സിനിമ ആക്ച്വലി. പക്ഷെ ഇത് 2-2.5 മണിക്കൂർ നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷെ വലിയൊരു ഹൈ മൊമെന്റ് തരുന്ന, എൻഗേജ് ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഭയങ്കരമായിട്ടില്ല സിനിമയ്ക്കകത്ത്. ഒരു 2-3 സോങ്സ് ഉണ്ട്, അതൊക്കെ വളരെ ദാരുണമാണ്. പ്രകാശ് കുമാറാണ് പാട്ട് ചെയ്തേക്കുന്നത്. അതിനകത്ത് എനിക്ക് പിന്നെയും വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത് മമിതയുടെ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെയും ഒരു കുഴപ്പമില്ലാതിരുന്നത്. കുറച്ച് നമ്മൾ ചിന്തിക്കുമ്പോ ഒറ്റയടിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കാറ് പെട്ടെന്ന് സെറ്റിന്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും ഇതൊന്നും ഇങ്ങനെ, അങ്ങനെ ഒരു സംഭവം തോന്നും. ഇത് കൂടാണ്ട് പിന്നെ പറയാൻ പറ്റുന്നതെന്ന് പറയാനായിട്ട് കുറച്ച് സെന്റി സീനുകളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ കബി ഖുഷി കബി ഗം ഒക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒരു ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ലെവലിൽ കണ്ടങ്ങ് പോവാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഓവർ ഹൈ മൊമെന്റ് അതൊന്നുമില്ല. വളരെ 1-2 ഹൈ മൊമെന്റ്സ് വരുന്നത്, ഒന്ന് ഈ കരച്ചിലിന്റെ ഒരു സാധനം വരുന്നുണ്ട്, അത് ഭയങ്കര ഭംഗിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അതൊക്കെയാണ് ഒരു നാച്ചുറൽ ആക്ടർ സാധനം വരുമല്ലോ, അത് വന്നേക്കുന്നത് ഇതിനകത്താണ്. പിന്നെ ഒരു ആക്ഷൻ ഉണ്ട്, നല്ല കച്ചറ ആക്ഷൻ ആയിരുന്നു. ഒന്നല്ല, 2 ഉണ്ട് അതിനകത്ത്. മെയിൻ എന്ന് പറയാനായിട്ടുള്ളത് ഇന്റർവെല്ലിന് ശേഷം ഒരു ഫൈറ്റ് ഉണ്ട്, അത് നല്ല ദാരുണ ഫൈറ്റ് ആയിരുന്നു. അവര് വലിയ സെറ്റപ്പിൽ മറ്റേ ഓട്ടോമാറ്റിക് പോലെയൊക്കെ ചെയ്യുന്ന രീതിയിൽ, അതായത് മറ്റേ മറ്റേ ഓട്ടോമാറ്റിക് ക്യാമറ ഉണ്ടല്ലോ, അങ്ങനത്തെ സെറ്റപ്പ് ചെയ്യുന്ന രീതിയിൽ ആള് തന്നെ, ക്യാമറമാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിൾ ഷോട്ട് ചെയ്യാവുന്ന രീതിയിൽ മറ്റേ കൈയുടെ ഭാഗത്തേക്ക് പോകുന്നു, കാലിന്റെ ഭാഗത്തേക്ക് പോകുന്നു, തലയുടെ ഭാഗത്തേക്ക് പോകുന്നു, ആ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ നോക്കി. നല്ല വൃത്തികേടായിട്ടുണ്ട്. ഒന്നാമത്തത് ആക്ഷന് സ്പീഡില്ല, അതിൻ്റെ ഇടയ്ക്ക് സ്ലോ മോഷനും കൂടി കയറ്റി ഭയങ്കര, അതായത് ഇങ്ങനെ സൂര്യ ഇങ്ങനെ വാ എന്ന് പറയുമല്ലോ വില്ലന്മാര്, ആ ഒരു സെറ്റപ്പിലാണ് വില്ലന്മാരുടെ വരൂ ഒരു ഇടി ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് ഒന്ന് 2 ശ്വാസം എടുക്കട്ടെ, അത് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ ഒരു സെറ്റപ്പ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻലി പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു ഫ്ലാറ്റ് റേഷ്യോയിൽ ഇങ്ങനെ കണ്ടു പോവാം. അതിൽ കൂടുതലൊന്നും നമുക്ക് എന്താ പറയാ ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഒരു ഹൈ മൊമെന്റ്സ് എന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ല. നമ്മളൊരു ഭയങ്കര എക്സിക്യൂട്ടീവായിട്ട് ഭയങ്കര എന്താ പറയാ ഒരു കാശുള്ള മുതലാളി, പുള്ളിയുടെ കുടുംബത്തിൽ എങ്ങനെയായിരിക്കും നടക്കുക, ഒരു ഒരു എന്താ പറയാ ഹൈ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു സീരിയൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു ഹൈ ബഡ്ജറ്റ് സീരിയൽ എങ്ങനെയായിരിക്കും, ആ ഒരു ലെവൽ തന്നെയാണ് കാണിക്കുന്നത്. അതും ഒരു എന്താ പറയാ ന്യൂജൻ ഹൈ ബഡ്ജറ്റ് സീരിയൽ, അത്രയും പ്രതീക്ഷിച്ചാൽ മതി സിനിമയിൽ നിന്ന്. അതിൽ കൂടുതലൊന്നും സിനിമയ്ക്കും തരാനില്ല, അവർക്കും തരാനില്ല. വെങ്കിയേട്ടലൂരി മറ്റേ ലക്കി ഭാസ്കറിൽ കാണിച്ചത് ഒരു ഇച്ചിരി അടിപൊളിയായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇതിനകത്തില്ല. ഇത് ഫുള്ള് ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഡ്രാമയാണ്. ഇമോഷണൽ, അത് കുറച്ച് ഇമോഷണൽ, പിന്നെ മൂപ്പരുടെ സ്റ്റൈല് കാര്യങ്ങൾ, പിന്നെ മമിതയുടെ കുറച്ച് തമാശകള്, അതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. അതിൽ കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല. 14 ഗിമ്മിക്കുകളായിരുന്നു, നല്ല നല്ല ദാരുണമായിരുന്നു. ഇങ്ങനെ ഫ്ലാഷ് റേറ്റിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. നിങ്ങൾക്ക് എന്താ പറയാ ഒരു ടൈം പാസ് വാച്ച് ആയിട്ട് വേണമെങ്കിൽ ഈ പടം ചൂസ് ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോ ഇത്രയാണ് മെയിൻലി വിശ്വനാഥൻ സൺസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ മീൻസ് വീഡിയോ പോട്ടെ, നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയുക കമന്റ് ബോക്സിൽ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അടുത്തുള്ള തിയേറ്ററിൽ ചെക്കൗട്ട് ചെയ്യുക, ഇഫ് യു ആർ ഫ്രീ, അങ്ങനെ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരു ഹൈ എൻഡിൽ കാണണം അങ്ങനെയൊന്നുമില്ല. ഒരു സൂര്യപ്പടം കാണാൻ ആഗ്രഹമുള്ള ഒരാൾ ഓക്കെ, അതിൽ കൂടുതലൊന്നും വലിയ അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു തേങ്ങയില്ല ഈ സിനിമയ്ക്കകത്ത്. ജസ്റ്റ് ടൈം പാസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഇതായിരുന്നു ദ വൺ വിശ്വനാഥ് ആൻഡ് സൺസിന്റെ മൂവി റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
അപ്പൊ നമുക്ക് പുതിയ സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.